നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ തൊഴിലാളികളുടെ മിനിമം വേതനം ഉടൻ പരിഷ്കരിക്കണമെന്ന് ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എംപ്ലോയീസ് ഫെഡറേഷൻ CITU സംസ്ഥാന ജനറൽ കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി കെ സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ കൌൺസിലിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുതിരപ്പന്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ മണ്ഡലം MLA AD തോമസ് നേത്രപരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടനം നടത്തി. ചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങായ സുഹൃതം 2026 പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചേതന പ്രസിഡന്റ് ഓമനക്കുട്ടൻ ചടങ്ങിൽ അധ്യക്ഷനായി. മുൻ MLAയും ചേതന സെക്രട്ടറിയുമായ H. സലാം ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പോളിയോ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം സംസ്ഥാന എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M. ലിജു നിർവഹിച്ചു. കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളി മരുന്ന് നൽകിയാണ് പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ തൊഴിലാളികളുടെ മിനിമം വേതനം ഉടൻ പരിഷ്കരിക്കണമെന്ന് ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എംപ്ലോയീസ് ഫെഡറേഷൻ CITU സംസ്ഥാന ജനറൽ കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി കെ സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ കൌൺസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം NGO യൂണിയൻ ഹാളിലായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ തൊഴിലാളികളുടെ മിനിമം വേതനം ഉടൻ പരിഷ്കരിക്കണമെന്ന് ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എംപ്ലോയീസ് ഫെഡറേഷൻ CITU സംസ്ഥാന ജനറൽ കൌൺസിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് CITU സംസ്ഥാന സെക്രട്ടറി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെടുകയും ഈ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് മിനിമം കൂലി ലഭിക്കാത്ത സ്ഥിതിയുമുണ്ട്. അത്തരം തൊഴിലാളികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച മിനിമം കൂലിയും ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഇരിപ്പിട അവകാശവും ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. 8.5 ലക്ഷം വരുന്ന തൊഴിലാളികളാണ് ഈ രംഗത്ത് ഇപ്പോൾ പണിയെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ 8.5 ലക്ഷത്തിലേറെ വരുന്ന ഈ തൊഴിലാളികളെ നമുക്ക് ഈ രംഗത്ത് അടിയന്തരമായി സംഘടിപ്പിക്കാനും നമ്മുടെ തൊഴിൽ മേഖലയിൽ അവരെയാകെ അണിനിർത്താനും കഴിയണം. ഈ തൊഴിലാളികൾക്ക് ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തണം. തൊഴിൽ മേഖലയിൽ തൊഴിൽ വകുപ്പിന്റെ ഇൻസ്പെക്ഷൻ ഇത്തരം സ്ഥാപനങ്ങൾ നടത്താനും സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ഈ തൊഴിലാളികൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് TV രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P. സജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. CITU ദേശീയ കൌൺസിൽ അംഗം R. നാസർ, ജില്ലാ ജനറൽ സെക്രട്ടറി P. ഗാനകുമാർ, ഫെഡറേഷൻ ഭാരവാഹികളായ PB ഹർഷകുമാർ, PP ചിത്തരഞ്ജൻ, അഡ്വക്കേറ്റ് കൃഷ്ണമൂർത്തി, TM ഷെരീഫ്, VT രാജേഷ് എന്നിവർ സംസാരിച്ചു. കുതിരപ്പന്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ മണ്ഡലം MLA AD തോമസ് നേത്രപരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടനം നടത്തി. കുതിരപ്പന്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ മണ്ഡലം MLA AD തോമസ് നേത്രപരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടനം നടത്തി. സമൂഹത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരെ പ്രത്യേകമായി പരിഗണിക്കുന്ന ഈ പരിപാടിയെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ ക്യൂറൈ ഹോസ്പിറ്റലും രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും കുതിരപ്പന്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ഏറ്റെടുത്ത് നടത്തുന്ന ഈ ഉദ്യമത്തിന് എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ഇത് സാധാരണക്കാർക്ക്, രോഗികളായ സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. തുടർന്നുള്ള ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അഭിവാദ്യം ചെയ്യുകയും ജനപ്രതിനിധി എന്ന നിലയിലുള്ള പൂർണ്ണമായ പിന്തുണ അറിയിക്കുകയും ചെയ്യുക. രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെയും നഗരത്തിലെ സ്വകാര്യ നേത്രാശുപത്രിയുടെ സഹകരണത്തോടെ കുതിരപ്പന്തി TK മാധവ് മെമ്മോറിയൽ UP സ്കൂൾ ഹാളിൽ നടത്തിയ നേത്രപരിശോധനാ ക്യാമ്പിൽ പ്രദേശത്തെ 100-ലധികം പേർ പങ്കെടുത്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിജു താഹ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KPCC ഉപാധ്യക്ഷൻ A. ഷുക്കൂർ, രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് G. മനോജ് കുമാർ, നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ്, കൌൺസിലർ ലൈല ബീവി, പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നസീം ചെമ്പകപ്പള്ളി, ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി ജമാൽ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അൻസിൽ ജലീൽ, ക്യാമ്പ് കോർഡിനേറ്റർ നവീൻ, KSU ജില്ലാ ഉപാധ്യക്ഷൻ തൻസിൽ നൌഷാദ്, അൻസിൽ അഷ്റഫ്, M. നീനു, അഷ്റഫ് താഹ, C. മോഹനൻ, S. നൌഷാദ്, CV വിജയൻ, ഷിബൂഡി ജോൺസൺ, ജിജി സാലസ്, മഞ്ജു ആസാദ്, വിജയലക്ഷ്മി, മുഹമ്മദ് കോയ, അനീഷ് മോൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങായ സുഹൃതം 2026 പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചേതന പ്രസിഡന്റ് ഓമനക്കുട്ടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLAയും ചേതന സെക്രട്ടറിയുമായ H. സലാം ചടങ്ങിന് സ്വാഗതം പറഞ്ഞു.
ചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ സുകൃതം 2026 മെറിറ്റ് അവാർഡ് വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മനുഷ്യന്റെ ഹൃദയത്തിൽ ആഴത്തിൽ വീരപ്പിക്കുന്ന മാതാവികളുണ്ടായി അതിന്റെ അർത്ഥം വളരെ മഹത്താണെന്ന് സംബന്ധിച്ച് പ്രത്യേകിച്ച് അതേപോലെ തന്നെയാണ് ചേതനയുടെ അർത്ഥം അഹുമാണ്. വിദ്യാഭ്യാസത്തിന്റെ തലവും അഹു തന്നെയാണ് നമുക്കെല്ലാം നിർവചിച്ചിട്ടുള്ള വിജ്ഞാനം എന്നതിനെ അഹു മാത്രമല്ല ചേതനയുടെ അർത്ഥം ബുദ്ധിയും ചേതനയുടെ അർത്ഥമായി ലഭ്യമാകുന്നതാണ്. അതിലുപരിയായിട്ടുള്ള ഒരു പുതിയ ചിന്താശക്തി നമുക്ക് ലഭ്യമാകുന്നു. അതേപോലെ തന്നെ ജീവനർത്ഥവും ചേതനയും ജീവിതത്തിൽ ഉന്നത വിജയം നേടുമ്പോഴും മാനവിക മൂല്യങ്ങളിൽ ഊന്നിയ ഒരു സമൂഹത്തിനായി ഓരോരുത്തരും പ്രയത്നിക്കണമെന്ന് എ മഹേന്ദ്രൻ പറഞ്ഞു. പറവൂർ MES കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശരത് ചന്ദ്രൻ, ശിവൻ അയോധ്യ, സി രാധാകൃഷ്ണൻ, സജു പാർത്ഥസാരഥി, പുന്നപ്ര ജ്യോതികുമാർ, പറവൂർ വിശ്വനാഥൻ, മഹാദേവൻ മധു, പ്രീത് കൃഷ്ണൻ, കലാമണ്ഡലം ശിവദേവ്, അലക്സ് വർക്കി എന്നിവരെയും ആരോഗ്യരംഗത്തെ വിശിഷ്ട സേവനത്തിന് ഡോക്ടർ പങ്കജൻ, ഡോക്ടർ വീണ, ഡോക്ടർ CV ഷാജി, ഡോക്ടർ ഷഫീഖ് എന്നിവരെയും SSLC+2 ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും വിവിധ മത്സര പരീക്ഷകളിലെ ഉന്നത വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു. കൂടാതെ 100% വിജയനേട്ടമുണ്ടാക്കിയ സ്കൂളുകളെയും ചടങ്ങിൽ ആദരിച്ചു. കവി മുരുകൻ കാട്ടാക്കട മുഖ്യാതിഥിയായി. ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളെക്കുറിച്ച് റോജസ് ജോസഫ് ക്ലാസ് എടുത്തു. ചേതന പ്രസിഡന്റ് ഓമനക്കുട്ടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി C ഷ്യാംജി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അജിത ശശി, അനീത സതീഷ്, K കവിത, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് R രാഹുൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KF ലാൽജി, പ്രേംബാസി, ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അലിയാർ മാക്കിയിൽ, ചേതന ട്രഷറർ AP ഗുരുലാൽ, H സുബൈർ എന്നിവർ സംസാരിച്ചു. ചേതന സെക്രട്ടറിയും മുൻ MLAയുമായ H സലാം ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പൾസ് പോളിയോ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം സംസ്ഥാന എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M ലിജു നിർവഹിച്ചു. കുഞ്ഞുങ്ങൾക്ക് ആദ്യ പോളിയോ തുള്ളി മരുന്ന് നൽകിയാണ് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചത്. പോളിയോ മുക്ത ഭാരതം എന്ന പദവി നിലനിർത്തുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് നടത്തുന്ന പൾസ് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജു നിർവഹിച്ചു. 5 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും 2 തുള്ളി പോളിയോ തുള്ളി മരുന്ന് നൽകുന്ന പദ്ധതിക്കായി സംസ്ഥാനത്ത് 23,000 ബൂത്തുകളാണ് ആകെ ഒരുക്കിയിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. തുള്ളിമരുന്ന് സ്വീകരിക്കാനെത്തിയ കുട്ടിക്ക് തുള്ളിമരുന്ന് പകർന്നുകൊണ്ടാണ് മന്ത്രി ജില്ലാതല വിതരണം നിർവഹിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് R ഷൈനി ചടങ്ങിൽ അധ്യക്ഷയായി. സന്ദേശ പ്രചാരണ പോസ്റ്റർ പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TS താഹ നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യം ഡോക്ടർ PV വിദ്യ, ആരോഗ്യ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ R വിവേക് കുമാർ, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ SR ദിലീപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ രശ്മി ശ്രീനി, കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ A അജിത്, ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് N രാജഗോപാൽ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ S ലൈജു, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ പാർവതി പ്രസാദ്, ഡോക്ടർ സ്മിത, ഡോക്ടർ ആരോമ പ്രസന്നൻ എന്നിവർ സംസാരിച്ചു. ജില്ലയിൽ 5 വയസ്സിന് താഴെ പ്രായമുള്ള 96,972 കുട്ടികൾക്ക് തുള്ളിമരുന്ന് വിതരണം ചെയ്യാനാണ് പദ്ധതിയിട്ടിട്ടുള്ളത്. ഇതിനായി 1,377 പോളിയോ ബൂത്തുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ തൊഴിലാളികളുടെ മിനിമം വേതനം ഉടൻ പരിഷ്കരിക്കണമെന്ന് ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എംപ്ലോയീസ് ഫെഡറേഷൻ CITU സംസ്ഥാന ജനറൽ കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി K സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ കൌൺസിലിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുതിരപ്പന്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ മണ്ഡലം MLA AD തോമസ് നേത്ര പരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടനം നടത്തി. ചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങായ സുകൃതം 2026 പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചേതന പ്രസിഡന്റ് ഓമനക്കുട്ടൻ ചടങ്ങിൽ അധ്യക്ഷനായി. മുൻ MLAയും ചേതന സെക്രട്ടറിയുമായ H സലാം ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. 2026 മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങിൽ സംസ്ഥാന ജനറൽ കൌൺസിൽ അംഗം K സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. 2026 മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങിൽ സംസ്ഥാന ജനറൽ കൌൺസിൽ അംഗം K സുനിൽകുമാർ
ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം സംസ്ഥാന എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു നിർവഹിച്ചു. കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളി മരുന്ന് നൽകിയാണ് പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.